ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ദാൽ കറിയാണ്. ഒരു 5 മിനിറ്റുള്ളിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദാൽ കറിയാണ് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ട് ചപ്പാത്തിക്കും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ വീഡിയോക്ക് പോകുന്ന മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോഴാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് കുറച്ച് ദാൽ ഞാൻ എടുത്തിട്ടുണ്ട്, റെഡ് ദാളാണ്. അപ്പം അതെല്ലാം കഴുകി ക്ലീൻ ആക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഒരു കുക്കർ എടുക്കാം. കുക്കറിലേക്ക് നമുക്ക് ഇതിട്ട് കൊടുക്കാം കേട്ടോ. ഈ ദാൽ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പം മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് ഇട്ടിട്ടൊന്നുമില്ല കേട്ടോ, ഞാൻ ഉണ്ടാക്കുന്ന നേരത്തെ കഴുകിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഒരു ഗ്ലാസ് വെള്ളമാണ്, അത് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇത് പെട്ടെന്ന് വേവണ ദാലാണ്. ഇവിടെ കിട്ടുന്ന ദാലൊക്കെ പെട്ടെന്ന് വേവുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ വേവ് അനുസരിച്ചിട്ട് ചെയ്താൽ ഒരു വിസിലാക്കിയാൽ മതി. ഒന്നാമത് ഉടഞ്ഞു പോകരുത് ദാല്. കറക്റ്റ് ഒരു വിസിലിനെ കുറച്ച് ദാൽ കാണുന്ന രീതിയിൽ വേണം നമുക്ക് കിട്ടാൻ. നല്ല ഉടഞ്ഞുണ്ടെങ്കിൽ പെട്ടെന്നൊക്കെ കറി തിക്കാവും. അപ്പോൾ അത്രയും വേണ്ട. പെട്ടെന്ന് ഒരു വിസിലേനെ ആവുന്നത് കേട്ടോ. നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെക്കൊന്നും വേണ്ട. ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് കഴുകി വാഷ് ചെയ്തിട്ട് അപ്പോൾ ഇട്ട് കൊടുത്താൽ മതി. ഇനി കുറച്ച് ചുവന്നുള്ളിയും ഒരു 10 ചുവന്നുള്ളി എടുത്തിട്ടുണ്ടാവും. വലിയ ചുവന്നുള്ളി തന്നെയാണ് കേട്ടോ, ഒരു 10 ഉണ്ടാവും. ഒരു വെളുത്തുള്ളി ഉണ്ടാവും കേട്ടോ. വെളുത്തുള്ളിയും കുറച്ച് വലിപ്പമുള്ളത് തന്നെയാണ്. അത് നമ്മൾക്ക് ഇതുപോലെ ചതച്ചെടുക്കണേ. ചതച്ചിട്ട് തന്നെ എടുക്കണം. ഒരലങ്ങനത്തെ ഉണ്ടാവില്ലേ നമുക്ക് ചതച്ചെടുക്കുന്നത്, അതിലിട്ടിട്ട് തന്നെ അടക്കണം. അല്ല മിക്സിയിൽ ജാറിലൊക്കെ ആയാൽ അത് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല. ഇങ്ങനെ തന്നെ ആക്കിയെടുക്കണേ. അങ്ങനെ ചതച്ച രീതിയിൽ തന്നെ എടുക്കണം, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. ഇനി നമ്മൾ ഒരു പാൻ ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഈ ചുവന്നുള്ളി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഇതുപോലെ ചതച്ചിട്ടുണ്ട. ഇനി നമുക്ക് നമ്മൾ കറിക്കൊക്കെ തൂമിച്ചെടുക്കില്ലേ, അതുപോലെ ആക്കിയെടുക്കണം. നമ്മൾ എണ്ണ ചൂടായതിനു ശേഷം മീഡിയം ത്തിലാക്കിയിടണം നമ്മൾ ഫ്ലെയിം. എന്നിട്ട് വേണം ഉള്ളി ഇങ്ങനെ തൂമിച്ചെടുക്കാം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഒരു ബ്രൗൺ കളറൊക്കെ ആവുന്ന സമയത്ത് മുരിഞ്ഞു വരില്ല. ആ ഒരു ടൈം ആകുമ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂണ് ഉണക്കമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. അതൊന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ നമുക്ക് കറിവേപ്പിലയാണ്. കുറച്ച് കറിവേപ്പില ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ഇറങ്ങി കൊടുത്താൽ പൊട്ടിച്ചിങ്ങനെ ഇട്ട് കൊടുത്താൽ, അപ്പോൾ പൊട്ടിച്ചിട്ടാണ് ഞാൻ അധികം എല്ലാ കറികൾക്കും ഇട്ട് കൊടുക്കുക. ഇനി അതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു മുരിമുരാന്നുള്ള ഒരു ടൈം ആകുമ്പോൾ കരിക്കരുത്. നമുക്കതിൻ്റെ ഒരു പരിവം കണ്ടറിയാലോ. മീഡിയത്തിൽ തന്നെ ഫ്ലെയിം ഇടുക. നല്ലൊരു മണം വരും നമുക്കതിങ്ങനെ ഈ തൂമിച്ചെടുക്കുമ്പോൾ തന്നെ. അങ്ങനെ ആ വറവായതിനു ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ദാൽ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. കാരണം ദാൽ ഇതുപോലെ കുറച്ച് ദാലിൻ്റെ രീതിയിൽ നമുക്കിത് കാണണം. അതായത് ഒരുപാട് ഉടഞ്ഞിട്ടൊന്നുമില്ല. നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ചും കൂടി ഗ്രേവി വേണം. അപ്പോൾ അതിന് നമുക്ക് ആ കുക്കറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഒന്നുകൂടെ ഇളക്കി കൊടുക്കണം. ദാൽ ചിലപ്പോൾ ഇരുന്നത് ഇനി തിക്കാവും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഈ ഒരു രൂപത്തിലാണ് ഞാൻ ആക്കിയിട്ടുള്ളത്. കാരണം അത് കുറച്ച് ചിലപ്പോൾ നമ്മൾ എടുക്കാനൊക്കെ ആ സമയമാകുമ്പോഴത്തേനും ഇനിയൊരു തിക്കാവും. അപ്പോൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കത് ആയിട്ട് എന്നിട്ട് തിള വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഉപ്പ് നോക്കി, ഉപ്പ് കുറവാണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ദാൽ വേവിക്കുമ്പോൾ ഇട്ട് കൊടുത്തത്, അപ്പോൾ അത് നുള്ളിൽ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നമുക്ക് വെന്ത് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് പിന്നെ കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, കൂടാൻ നിൽക്കണ്ട. അപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കുന്നു കേട്ടോ. ഇനിയിപ്പോൾ വല്ലതൊന്നും ചൂടായി വരണം. നമ്മൾ ചുവന്നുള്ളിലേക്ക് എടുക്കുമ്പോൾ കുറച്ച് കൂടുതലെടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഞാൻ എടുത്ത ചുവന്നുള്ളി 10 ആണെങ്കിൽ നല്ല വലിപ്പമുള്ളതാണ് ഒരു ചുവന്നുള്ളിയും. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചുവന്നുള്ളിയൊക്കെ നല്ല മുരിഞ്ഞ് വരുമ്പോൾ തന്നെ മൂപ്പിച്ചെടുക്കുമ്പോൾ നല്ല മണ്ണാണത്. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് പോലെ, അത് തിളച്ച് മറിയേണ്ട ആവശ്യമൊന്നുമില്ല. മുളകെല്ലാം ഓൾറെഡി ബോയിൽ ചെയ്തിട്ടുള്ളതാണ്. ഒന്ന് ചൂടായിട്ട് ജസ്റ്റ് ഒന്ന് തിള വരുന്നവരെ ആക്കി എടുത്താൽ മതി. ഒന്ന് തിളച്ചതായി വരുന്നുണ്ട്. അപ്പോൾ കറി സെറ്റായിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്യാണ്. ഞാൻ അടച്ചു വെച്ചിട്ട് നമുക്ക് വെക്കാം കേട്ടോ. അപ്പോൾ സൈഡ് നല്ല തിളച്ചു മറിയാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് സൈഡ് തരുന്നായാൽ മതി. അപ്പോൾ നമ്മുടെ ദാൽ കറി റെഡി ആയിട്ടുണ്ട്. ഒരു ബൗളൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് നമ്മളെ പരിപ്പ് കറി എന്തൊരു ടേസ്റ്റാണെന്നറിയാം. പരിപ്പ് കറി ഒരു ചപ്പാത്തിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ. ഈ ഉള്ളി തൂമിച്ച കറി ആകുമ്പോൾ നല്ല ടേസ്റ്റ് കൂടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കടിന വറുത്തനായിട്ട് രസം ഉള്ളി തൂമിച്ച ഓരോരുക്കും ഓരോ ടേസ്റ്റാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ടേസ്റ്റ്. ഇതിപ്പോൾ അങ്ങനെ ഒരു സ്പൂൺ എടുത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ നമുക്കെടുത്ത് കഴിക്കാൻ തോന്നും. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ടേസ്റ്റ് ഞാൻ പറയണത് നിങ്ങൾ ഉണ്ടാക്കി നോക്കി, എല്ലാവർക്കും ഇഷ്ടമാവും. ചില ഉണ്ടാക്കുന്നവരുണ്ടാവട്ടെ ഈ രീതിയിലൊക്കെ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. വിസിലായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് 5 മിനിറ്റുള്ളിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. അപ്പം നല്ല രസമാണത്. മറ്റേ ചോറിൻ്റെ കൂടെ ആണെങ്കിൽ ഇനി ഒരു പപ്പടം മാത്രം ഉണ്ടായാലും മതി ചോറ് കഴിക്കുമ്പോൾ ഈ ഒരു ദാൽ കറി. അല്ലെങ്കിൽ ഉണക്കലൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതായാലും മതി. ഈ ദാൽ കറി ഒരു ഉണക്കലും അല്ലെങ്കിൽ ഒരു ആംബുലേറ്റോ ഉണ്ടെങ്കിൽ
കറി ചോറിൻ്റെ കൂടെ സൂപ്പറാണ്. ചപ്പാത്തിയുടെ കൂടെ നമുക്ക് റൊട്ടി, നാൻ, അതുപോലെ അപ്പത്തിൻ്റെ ദോശയുടെ കൂടെ ഒക്കെ ഇത് കഴിക്കാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. കിഡിലൻ ദാൽ കറിയാണ്. എന്താ പറയുക, കുക്കിംഗ് അറിയാത്തവർക്ക് വേണമെങ്കിൽ പോലും ഇത് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ദാൽ കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കി പിന്നെ നിങ്ങൾ അങ്ങനെ തന്നെ ഉണ്ടാക്കി കഴിക്കുള്ളൂ, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഇത്ര നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.